അവൾ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അഴിച്ചിട്ടിരിക്കുന്ന അവളുടെ മുടിയിഴകൾ അവന്റെ മുഖത്തൂടെ തലോടി കടന്നുപോയി. മൂടൽമഞ്ഞ് തെങ്ങി നിറഞ്ഞ ആ ഇരുട്ടിൽ തന്റെ മുന്നിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖം ഒന്ന് കാണാനായി അവൻ കണ്ണുകൾ പായിച്ചു. പക്ഷേ ഒരു പുകമറയ്ക്കപ്പുറം എന്ന പോലെ ആ മുഖം അവ്യക്തമായി തന്നെ നിന്നു. എന്നാൽ അവന്റെ പൂച്ചക്കണ്ണുകളിൽ ആകെ തെളിഞ്ഞത് അവളുടെ കഴുത്തിന് പുറകിലായി പാറിപ്പറക്കുന്ന മുടിയിഴകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കറുത്ത കാക്കപ്പുള്ളി മാത്രമായിരുന്നു. പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്ന് വൈഭവ് ചാടി എഴുന്നേറ്റു. അവൻ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുടച്ചവൻ സമയം നോക്കി. വൈകുന്നേരം 3 മണി കഴിഞ്ഞു. അവൻ വീണ്ടും കട്ടിലിലേക്ക് മലർന്നു വീണു. ആ കറുത്ത കാക്കപ്പുള്ളി വീണ്ടും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. വർഷം കുറച്ചായി ആ മാർഗം താൻ കാണാത്ത ആ പെൺകുട്ടിയും തന്റെ ഉറക്കം കളയുന്നു. ആരാണവൾ? അറിയില്ല അത് ആരാണെന്ന്. ഓർമ്മയിലൊന്നും താൻ കണ്ടിട്ടില്ല. അതോ കണ്ടിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം അവളുടെ മുഖം ഇപ്പോഴും അവ്യക്തമാണ്. വിച്ചു, നീ എഴുന്നേറ്റോ വിച്ചു? ഡോറിൽ തട്ടി സിദ്ധു വിളിക്കുന്നത് കേട്ടതും ഒന്ന് ദീർഘനിശ്വാസമെടുത്ത് അവൻ എഴുന്നേറ്റ് ഒന്ന് മൂരി നിവർന്നു പോയി ഡോർ തുറന്നു. ഉറങ്ങുമായിരുന്നോ? അല്ല, കബഡി കളിക്കുമായിരുന്നു. നീ കൂടുന്നോ? 32 പല്ലും കാണിച്ചോണ്ട് ഇളിച്ചോണ്ട് ചോദിച്ച സിദ്ധുവിനെ നോക്കി ഒന്ന് കടുപ്പിച്ചു പറഞ്ഞു അവൻ. കബഡി കളിയോ? ഒറ്റയ്ക്കോ? അതെങ്ങനെയാടാ മോനെ? അത് ഒറ്റയ്ക്ക് എങ്ങനെയാ കളിക്കുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാമായിരുന്നു. പക്ഷേ അത് കേട്ടാ നീ താങ്ങില്ല സിദ്ധു. എന്തേ, കേൾക്കണോ? അയ്യോ വേണ്ടായേ, നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം മോനെ. അവൻ സിദ്ധുവിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്ന് ചോദിച്ചതും സിദ്ധു ഇരു കൈകൾ കൊണ്ടും ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ ഒന്നിരുത്തി നോക്കി വൈഭവ് മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. വൈഭവിന്റെ പ്രൈവറ്റ് വില്ലയാണത്. രാവിലെ ഒരു എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് ഉറങ്ങിയതാണ് അവൻ. സിദ്ധുവും അനിരുദ്ധുമല്ലാതെ മാണിക്യമംഗലത്തെ ആരും ഇവിടേക്ക് വരില്ല. വൈഭവ് നേരെ കിച്ചണിൽ ചെന്ന് കോഫി മേക്കർ ഓണാക്കി കെറ്റിൽ വെച്ചു. അപ്പോഴേക്കും സിദ്ധുവും അങ്ങോട്ടേക്കെത്തി. എന്താടാ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നേ? ഇന്നും വന്നോ നിന്റെ ഉറക്കം കളയുന്ന അജ്ഞാത സുന്ദരി? കിച്ചൺ ടേബിളിന്റെ ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്ന് സിദ്ധു ഒന്ന് കളിയാക്കി ചോദിച്ചതും വൈഭവ് അവനെ ഒന്ന് ഇരുത്തി നോക്കി. വൈഭവിന്റെ ഉറക്കം കളയുന്ന പെണ്ണിനെപ്പറ്റി സിദ്ധുവിനറിയാം. ഒരിക്കൽ അവനായിട്ട് തന്നെ പറഞ്ഞു പോയതാണ്. പക്ഷേ അതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് സിദ്ധു വൈഭവിനെ ചൊറിയും. നീ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് വന്നേ? വൈഭവ് ചോദിച്ചതും അത്രയും നേരം ചിരിയോടെ ഇരുന്ന സിദ്ധുവിന്റെ മുഖം പെട്ടെന്ന് മാറി. വിച്ചു, നാളെ നിന്റെ വിവാഹമാണ്. അത് ഓർമ്മയുണ്ടോ നിനക്ക്? നീ പറഞ്ഞിട്ട് വേണോ ഞാനറിയാൻ? അത് തീരുമാനിച്ചത് ഞാനല്ലേ? സിദ്ധു ഗൗരവത്തോടെ ചോദിച്ചതും വൈഭവ് അലസമായി മറുപടി പറഞ്ഞു. എടാ, കേട്ടതും അറിഞ്ഞതുമൊക്കെ വെച്ച് നോക്കിയാൽ ആ കൊച്ചൊരു പാവമാടാ. അച്ഛനും ആരുമില്ലാത്ത കുറച്ച് ആളുകളും ഒക്കെയായി കഴിയുന്ന ഒരു കൊച്ച്. ഈ കോൺട്രാക്റ്റും ഡമ്മി കല്യാണവുമൊക്കെ അതിനോട് വേണോ? പാവം പെണ്ണായിട്ടാണോ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ ഉടനെ കഴുത്ത് നീട്ടാൻ തയ്യാറായത്? ദേ വിച്ചു, വേണ്ടാത്തത് പറയണ്ട. അതിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ നീ ചെയ്യില്ലെന്ന് അതിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലേടാ ആ കൊച്ചിനെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവളെപ്പോലെ ഏതൊരു അച്ഛനെ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിലും ആ സമയത്ത് നീ പറയുന്നതേ സമ്മതിക്കൂ. വൈഭവ് ഒരു പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടതും സിദ്ധു അവനോട് ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചു. വൈഭവ് ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. നേരെ കെറ്റിൽ നിന്ന് 2 കോഫി കപ്പുകളിലേക്ക് പകർത്തി അതുമായി സിദ്ധുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്ക് ഈ കല്യാണം നടത്തിയേ പറ്റൂ സിദ്ധ. അതിന്റെ ആവശ്യം എന്താണെന്ന് നിനക്കും അറിയാലോ. പിന്നെ ഒരുത്തിയെ ആജീവനാന്തകാലം ഭാര്യയായി പൊറുപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അതിന് ഇങ്ങനെയൊരു കോൺട്രാക്റ്റ് അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. സോ 1 കൊല്ലത്തേക്ക് നമ്മുടെ ഒരു ജോലി ചെയ്യാൻ ഒരു പെണ്ണ് വരുന്നു, അത്രയേ ഉള്ളൂ. ഇത് വിലയ്ക്ക് വാങ്ങുന്ന താലി അല്ലേ? വൈഭവ് അവനെ നോക്കി പറഞ്ഞതും സിദ്ധു ഒരു പുച്ഛച്ചിരിയോടെ ചോദിച്ചു. വൈഭവ് തിരിച്ചൊന്നും പറയാതെ കയ്യിലിരുന്ന കോഫി ഒന്ന് സിപ്പ് ചെയ്തു. അത് കണ്ടതും സിദ്ധു പോകാനായി എഴുന്നേറ്റു. സൗപർണികയ്ക്ക് വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഓർത്തോ നീ? ഒരു പെണ്ണിന്റെ താലി വെച്ച് നീ കളിക്കുന്ന ഈ കളി സൗപർണികാമ്മ അറിയുന്നെങ്കിൽ ആ മനസ്സിപ്പോൾ വേദനിക്കുകയായിരിക്കും. അത്രയും പറഞ്ഞ് സിദ്ധു പുറത്തേക്ക് പോയി. അമ്മയുടെ കാര്യം കേട്ടതും കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം വൈഭവിന്റെ ഓർമ്മയിലേക്ക് വന്നു. തത്ഫലം എന്നോണം അവന്റെ പൂച്ചക്കണ്ണുകൾ ചുവന്നു. ആരോടൊക്കെയുള്ള പക ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. കല്യാണത്തലേന്ന് ആയതുകൊണ്ട് തന്നെ നഭസിൽ അത്യാവശ്യം ആഘോഷമായിരുന്നു. ചെറിയ രീതിയിൽ അമ്പലത്തിൽ വെച്ചാണ് ശിവയുടെ കല്യാണമെങ്കിലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് കുട്ടിപ്പട്ടാളങ്ങൾ. വൈകുന്നേരം മുതൽ കുഞ്ഞുങ്ങൾ ശിവയുടെ പുറകെ തന്നെയാണ്. അവളോട് ഓരോന്നും ചോദിച്ചും പറഞ്ഞും ശിവയുടെ മുറിയിലാണ് എല്ലാവരും. കാണാൻ സുന്ദരനാണോ ശിവേച്ചി? പൊക്കമുണ്ടോ ശിവേച്ചി? നല്ല മുടിയുണ്ടോ ശിവേച്ചി? നല്ല താടിയുണ്ടോ? കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാം കൂടി ഓരോന്ന് ചോദിച്ച് ശിവയെ വശം കെടുത്തുവാണ്. ശിവയിൽ നിന്നും എല്ലാവർക്കും അറിയേണ്ടത് വൈഭവിനെ പറ്റിയാണ്. അവർ ചോദിക്കുന്നതിനെല്ലാം ഒരു മൂളൽ നൽകിക്കൊണ്ട് മറ്റേതോ ലോകത്തെങ്ങെ പോലെ ഇരിക്കുകയാണ് ശിവയും. ആഹാ, കുട്ടിപ്പടകൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ദേ രാമച്ചൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് ശിവേച്ചിയുടെ കൂടെ ഇരിക്കട്ടെ ചൈത്ര ചേച്ചി.
ഞങ്ങളെല്ലാവരും ഇന്നിവിടെയാ കിടക്കുന്ന. മുറിക്കകത്തേക്ക് ചെന്ന് ചൈത്ര പറഞ്ഞതും കുട്ടികളിൽ കുറുമ്പിയായ മാളക്കുട്ടി അവളോട് കൊഞ്ചി. എന്റെ മാളു അമ്മേ, നേരം സന്ധ്യ ആവുന്നതല്ലേ ഉള്ളൂ, ഇപ്പോഴേ ഉറങ്ങണോ? പിന്നെ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ശിവേച്ചിയുടെ കൂടെ തന്നെ കിടന്നോ? പക്ഷേ ഇപ്പോൾ രാമച്ചന്റെ അടുത്ത് ചെല്ല്. രാമച്ചനും ജാനുമ്മയുടെയും കയ്യിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഇടാനുള്ള ഡ്രസ്സുണ്ട്. അതൊക്കെ പോയി വേഗം നോക്ക്, ചെല്ല്. ചൈത്ര പറയുന്നത് കേട്ടതും കുട്ടികളെല്ലാം കൂടി ഭയങ്കര ആവേശത്തോടെ ശിവേച്ചി ഞങ്ങളിപ്പോൾ വരാമെന്നും പറഞ്ഞ് മുറിയിൽ നിന്ന് ഓടി. ഈ പിള്ളേര്. കുട്ടികൾ ഓടുന്നതൊന്ന് നോക്കി ചൈത്ര ചിരിച്ചു. അവൾ കട്ടിലിൽ ചാരിയിരിക്കുന്ന ശിവയെ ഒന്ന് നോക്കി. ജനാല വഴി പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അവൾ. ശിവ. ചൈത്ര അവൾക്കടുത്തേക്ക് ചെന്നിരുന്ന് അവളെ തൊട്ട് വിളിച്ചതും ശിവ ഒന്ന് ഞെട്ടി അവളെ നോക്കി. നിന്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നെ? എന്താടാ പറ്റിയത്? ഏയ്, എനിക്കെന്തു പറ്റാൻ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ചിത്തു. ശിവ ചൈത്രയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ഒന്ന് വിക്കി. ഇല്ല, നീ രാവിലെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. എന്താടി? ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ? നീ നീ ഇനി അവിടെ വെച്ച് വൈഭവ് സാറിനെ കണ്ടോ? ചൈത്ര ചോദിച്ചതും കേട്ട് ശിവ അവളെ ഒന്ന് ഞെട്ടി നോക്കി. ശിവയുടെ മനസ്സിലൂടെ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ മിന്നിമാഞ്ഞു. രാവിലെ ലീവ് എഴുതി കൊടുത്തു കഴിഞ്ഞ് വാഷ്റൂമിൽ കയറി മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 നഴ്സുമാരുടെ സംസാരം കാതിൽ വീണത്. വൈഭവ് ഡോക്ടറുടെ കല്യാണമോ? എന്ന്? നിന്നോട് ഇതാര് പറഞ്ഞു? എടി, ഞാൻ ആ സിദ്ധാർത്ഥ് സാറിൻ്റെ ക്യാബിന് അടുത്തുകൂടി പോയപ്പോൾ സാറ് ആരോടോ ഫോൺ ചെയ്യുന്നത് കേട്ടതാ. എന്നാ എപ്പോഴാ എന്നൊന്നും അറിയില്ല. എന്തായാലും ഡോക്ടറുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാൻ കേട്ടു. ഷോ, എന്നാലും ആരായിരിക്കും ഈ ഡോക്ടർ കെട്ടാൻ പോകുന്നേ? ഏതവളായാലും അവൾക്ക് ലക്ക. എന്തോരം സ്വത്താ സാറിനുള്ള. ഈ ഹോസ്പിറ്റലുമൊക്കെ അങ്ങേരുടെ അല്ലേ? ഉവ്വ. എന്ത് ഭാഗ്യമാടി. കുറെ കാശുണ്ടായിട്ട് കാര്യമുണ്ടോ? വൈഭവ് ഡോക്ടർക്ക് എത്ര പെണ്ണുങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അറിയാമോ? എന്തിനേറെ പറയുന്നു, ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര നഴ്സുമാര് കാശിന് വേണ്ടി അങ്ങേരുടെ കൂടെ കിടക്ക പങ്കിട്ടിട്ടുണ്ടെന്ന് അറിയുവോ? എന്നിട്ടാണ് ഇപ്പോൾ ഏതോ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരുന്നു പറയുന്നേ. ഇതും ഡോക്ടറുടെ കാശ് കൊണ്ട് തന്നെ വന്നവളാവും, ഷുവറാ. അവർ ഒരു പുച്ഛത്തോടെ പറഞ്ഞത് മറുവശത്ത് നിന്നവൾ അത് ശരിവെക്കും പോലെ ഒന്ന് ഉറക്കെ ചിരിച്ചു. എന്നാൽ അവരിവരുടെയും സംസാരം എല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന ശിവയുടെ ഉള്ളൊന്നു പൊള്ളി. ചെയ്യുന്നത് കള്ളമാണെങ്കിലും നാളെ തൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവനെ കുറിച്ചാണ് ഈ കേട്ടത്. തൻ്റെ സിന്ദൂരത്തിൻ്റെ അവകാശി. അവനെക്കുറിച്ച് പറയുന്നത് കേട്ടതും വല്ലാത്തൊരു വേദന തോന്നി അവൾക്ക്. എന്തൊക്കെയായാലും നാളെ അയാളുടെ ഭാര്യ ആകേണ്ടവളാണ് താൻ. അതിനുപരി തന്നെ കൂടി കുറിച്ചാണ് അവര് പറഞ്ഞത്. അവര് പറയും പോലെ താനും പണത്തിന് വേണ്ടിയല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ശിവയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ വാപൊത്തി കരഞ്ഞു. എന്താ ശിവ, എന്താടാ പറ്റിയത്? അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ട് ചൈത്ര അവളെ വീണ്ടും കുലുക്കി വിളിച്ചപ്പോഴാണ് ശിവ ആലോചന വിട്ട് വെളിയിൽ വന്നത്. ഏയ്, ഒന്നുമില്ല ചിത്തു. ഞാൻ നാളത്തെ നാടകം ഓർത്ത് ഒന്നിരുന്നു പോയതാ. മുഖത്ത് വരുത്തി വച്ചത് ചിരിയോടെ ശിവ അവളെ നോക്കി പറഞ്ഞു. നടന്നതൊന്നും ചിത്തു അറിയണ്ട എന്നവൾക്ക് തോന്നി. ഇപ്പോഴും ഒന്നും വൈകിട്ടില്ല മോളെ. നീ ഒരു വാക്ക് സേതുവച്ചനോട് പറഞ്ഞാൽ മതി. ഈ നിമിഷം അച്ഛൻ ഈ കല്യാണം വേണ്ടെന്ന് വെക്കും. പറയടാ, നമുക്കെല്ലാം പറയാം. ശിവയുടെ അവസ്ഥ കണ്ട് വിഷമം വന്ന ചൈത്ര ചോദിച്ചതും ശിവ ഒരു നിമിഷം അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. മക്കളെ. പെട്ടെന്ന് മുറിക്ക് പുറത്തുനിന്ന് ജാനുമ്മ വിളിക്കുന്നത് കേട്ടതും ശിവയും ചൈത്രയും അങ്ങോട്ടേക്ക് നോക്കി. മോൾ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നേ? മുത്തശ്ശിയെ ഇഷ്ടമായില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. മുത്തശ്ശി ശിവയ്ക്കടുത്തേക്ക് വന്ന് ചോദിച്ചതും അവളൊന്ന് വിക്കി. അല്ല, എങ്ങനെ മനസ്സിലായി അതാണ് ഞങ്ങളുടെ ശിവക്കുട്ടി എന്ന്? മുൻപ് മോളെ കണ്ടിട്ടുണ്ടായിരുന്നോ? ജാനുമ്മ അതിശയത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു. കാരണം ശിവയും ചൈത്രയും ഒന്നിച്ചാണ് അവിടെ നിന്നെ. ഏയ്, മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ എന്തോ എനിക്ക് തോന്നി എൻ്റെ ഉണ്ണിയുടെ കുട്ടി മോളാവും എന്ന്. മുത്തശ്ശി ഒരു ചിരിയോടെ ശിവയുടെ കവിളിൽ ഒന്ന് തഴുകി. എന്തോ ശിവയ്ക്ക് ആ തലോടലിൽ ഒരു കുളിർമ അനുഭവപ്പെട്ടു. അംബികാമ്മേ. ആ വേണു, ഞാനിവിടെയുണ്ട്, ഇങ്ങോട്ട് പോന്നോളൂ. മുറിക്ക് പുറത്തേക്ക് നോക്കി മുത്തശ്ശി പറഞ്ഞതും ഒരു മധ്യവയസ്കൻ ശിവയുടെ മുറിയുടെ മുന്നിലേക്ക് വന്നു. ഇത് വേണു, നമ്മുടെ കാര്യസ്ഥനാ. അയാളെ മനസ്സിലാക്കാതെ നോക്കിയ ശിവയോടായി മുത്തശ്ശി പറഞ്ഞതും ശിവ അയാളെ നോക്കി ചിരിച്ചു കാണിച്ചു. അതവിടെ ആ കട്ടിലേക്ക് വെച്ചോളൂ വേണു. ആയിക്കോട്ടെ. മുത്തശ്ശി പറഞ്ഞത് കേട്ടതും വേണു തൻ്റെ കയ്യിലുള്ള ആമാടപ്പെട്ടി മുറിക്കുള്ളിലെ കട്ടിലേക്ക് വെച്ചു. ഞാൻ പുറത്തുണ്ടാവും അംബികാമ്മേ, ഇറങ്ങാൻ നേരം പറഞ്ഞാൽ മതി. മുത്തശ്ശിയെയും ശിവയെയും ഒന്നുകൂടി ഒന്ന് നോക്കി പറഞ്ഞു വേണു പുറത്തുപോയി. എൻ്റെ മോൾ വാ, ഇങ്ങോട്ടിരി. ഞാനിത് മോൾക്കായിട്ട് കൊണ്ടുവന്നതാ. ശിവയുടെ കയ്യിൽ പിടിച്ച് കട്ടിലിൽ തനിക്ക് അടുത്തേക്ക് ഇരുത്തി മുത്തശ്ശി ആമാടപ്പെട്ടി തുറന്നു. അതിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. നാഗപടമാല, മുല്ലമൊട്ടുമാല, മാങ്ങാമാല തുടങ്ങിയ പരമ്പരാഗത ആഭരണങ്ങളായിരുന്നു അതിൽ നിറയെ. അതെല്ലാം ഒരു ഞെട്ടലോടെ ശിവൻ നോക്കി. ചൈത്രയുടെയും ജാനുമ്മയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. മുത്തശ്ശി, ഇതൊക്കെ എന്തിനാ?
ഇത് തറവാട്ടിൽ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ആഭരണങ്ങളിൽ ഉള്ളതാണ്. ഇതെല്ലാം സൗപർണികയുടെയാണ്, വൈഭവിൻ്റെ അമ്മയുടെ. ഉണ്ണി ചെറുതായിരുന്നപ്പോഴേ അവൻ്റെ താലിക്ക് അവകാശിയായി വരുന്ന പെൺകുട്ടിക്കായി കൊടുക്കാൻ സൗപർണിക മാറ്റിവെച്ചതാണ് ഇതെല്ലാം. ഇനി ഇതെല്ലാം മോളുടേതാണ്. ശിവയുടെ താടിത്തുമ്പിൽ ഒന്ന് തലോടി മുത്തശ്ശി പറഞ്ഞതും അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. കല്യാണമല്ല, കച്ചവടമാണ് നാളെ നടക്കുന്നത്. അത് ഒന്നും അറിയാതെ തനിക്കായി ഈ വെച്ച് നീട്ടുന്നത് കണ്ടതും ശിവയ്ക്ക് സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. മുത്തശ്ശി ക്ഷമിക്കണം, എനിക്കിതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഞാൻ, അവൾ നിറകണ്ണുകളോടെ അവരോട് പറഞ്ഞു. എനിക്കറിയാം മോളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എല്ലാം. നിനക്ക് അർഹതയില്ലെന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അത് വേണ്ട മോളെ. ഉണ്ണി അവൻ്റെ പെണ്ണായിട്ട് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മാണിക്യമംഗലത്തെ എല്ലാ സൗഭാഗ്യത്തിനും നീ മാത്രമാണ് അവകാശി. അതുകൊണ്ട് എതിർപ്പ് പറയരുത് മോള്. മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുക എൻ്റെ സൗപർണിക മോള്. ഞാനല്ല, ആ അമ്മയാണ് ഇത് തരുന്നത് എന്നോർത്ത് സ്വീകരിക്കണം നീ, അവൾക്ക് വേണ്ടി. അപേക്ഷ കണക്കെ മുത്തശ്ശി അത് പറഞ്ഞതും ശിവയുടെ ഉള്ളൊന്നു പിടച്ചു. അവൾ ജാനുമ്മയെ ഒന്ന് നോക്കി. അവർ കണ്ണുകൾ കൊണ്ട് അത് വാങ്ങാൻ പറഞ്ഞതും ശിവ തൻ്റെ കൈകൾ നീട്ടി. നിറച്ചിരിയോടെ ആ ആഭരണപ്പെട്ടി മുത്തശ്ശി ശിവയ്ക്ക് നൽകി. പിന്നെയും അവിടെ ഇരുന്ന് അവളോട് ഒരുപാട് സംസാരിച്ചു മുത്തശ്ശി. കൂടുതലും അവർ പറഞ്ഞത് വൈഫുവിനെ പറ്റിയായിരുന്നു. വളരെ സന്തോഷത്തോടെ നിഷ്കളങ്കമായി തൻ്റെ കൊച്ചുമകനെ പറ്റി പറയുന്ന ആ മുത്തശ്ശിയെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. അതുപോലെ അവരെയെല്ലാം ഇങ്ങനെ പറ്റിക്കുന്ന വൈഭവിനോട് വല്ലാത്തൊരു വെറുപ്പും അവളിൽ രൂപപ്പെട്ടു. തിരികെ പോകാൻ നേരം ശിവയുടെ മൂർധാവിൽ ചുംബിച്ചാണ് മുത്തശ്ശി മടങ്ങിയത്. ഈ വിവാഹം വേണമോ വേണ്ടയോ എന്ന് ഒരു ചിന്ത തൻ്റെ മനസ്സിൽ കുറച്ചു മുമ്പ് വരെ അലട്ടിയിരുന്നു. എന്നാൽ തനിക്കിപ്പോൾ അതില്ലെന്ന് ശിവ ഓർത്തു. എടുത്ത തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ അവൾക്ക് തോന്നി. മാണിക്യമംഗലത്തെ വൈഭവിൻ്റെ താലി ഞാൻ നാളെ സ്വീകരിക്കും. ഉറപ്പോടെ അവൾ മനസ്സിൽ ആ തീരുമാനമെടുത്തു. സുന്ദരിയായിരിക്കും അല്ലേ അപ്പമ്മേ? ഇല്ലേ, നമ്മുടെ കുഞ്ഞേട്ടൻ ഫ്ലാറ്റ് ആവില്ലല്ലോ. അല്ല, എൻ്റെ അപ്പമ്മ വരുന്നില്ലെന്ന് തന്നെ ഉറപ്പിച്ചോ? ഒന്ന് വന്നൂടെ? ഒന്നുമില്ലെങ്കിലും അപ്പമ്മയുടെ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണമല്ലേ? കണ്ണാടിയിൽ നോക്കി നെറ്റിയിലേക്ക് ഒരു പൊട്ട് ഒട്ടിക്കുന്നതിനിടെ ഒളി കണ്ടിട്ട് പുറകോട്ട് നോക്കി അപ്പു ചോദിച്ചു. അവളുടെ മുടിയിൽ മുല്ലപ്പൂ വയ്ക്കുന്നതിനിടയിൽ തന്നെ ചെറുതായി ചിരിച്ചുകൊണ്ട് വാമിക ഇല്ലെന്ന് തലയാട്ടി. അപ്പു ചുണ്ടൊന്ന് പുലർത്തി കാണിച്ചു. കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് എല്ലാവരും. രാവിലെ 10:15-നും 10:50-നും ഇടയ്ക്കാണ് മുഹൂർത്തം. അപർണ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വാമികയെ കൊണ്ട് തന്നെ ഒരുക്കിപ്പിക്കുവാണ്. ധാവണിയാണ് വേഷം. സാരി ഉടുക്കാൻ അവൾ വാശി പിടിച്ചെങ്കിലും വാമിക സമ്മതിച്ചില്ല. ആ കഴിഞ്ഞില്ലേ കുട്ടിയെ, നേരമായി. നീ വേഗം ഒരുങ്ങിയിട്ട് വേണം ഉണ്ണിക്ക് ശകനം നിൽക്കാൻ, മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു. ദേ കഴിഞ്ഞു മുത്തി, തീർന്നു. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. അല്ല, കല്യാണ ചെറുക്കൻ ഒരുങ്ങിയോ? അത് നീ തന്നെ അങ്ങോട്ട് അവൻ്റെ മുറി വരെ പോയി ഒന്ന് നോക്ക്. അപ്പച്ചിമാരും അമ്മായിമാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അവർ ആരേലും ഇനി അവനെ തിരക്കി ചെന്നാൽ അത് മതി ആ ചെക്കൻ പിന്നെ കിടന്ന് തുള്ളാൻ. ദേ ഞാനിപ്പോൾ പോയി നോക്കാം, മുത്തശ്ശി പറഞ്ഞതും വാമികയെ ഒന്നുകൂടി നോക്കിയിട്ട് അപ്പു മുറിയിൽ നിന്നിറങ്ങി ഓടി. നീ വരുന്നില്ലെന്ന് തന്നെ ഉറപ്പിച്ചോ? മുത്തശ്ശി വാമികയോട് ചോദിച്ചതും അവർ മറുപടിയായി ഒരു മങ്ങിയ ചിരി തൻ്റെ അമ്മയ്ക്ക് നൽകി. അത് മനസ്സിലായതുപോലെ അവർ പതിയെ തിരിഞ്ഞു മുറിയിൽ നിന്ന് പോയി. വരില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും ഉണ്ണിയുടെ കാര്യം ഓർത്ത് എങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ചോദിച്ചത്. ഒന്നും രണ്ടുമല്ല, 20 വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ മകൾ ഈ നാലുകെട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ന് അവർ വേദനയോടെ ഓർത്തു. അംബികേ! പെട്ടെന്ന് ശേഖരവർമ്മയുടെ വിളിയെത്തിയതും നിറഞ്ഞു വന്ന കണ്ണുകളെ സാരിത്തുമ്പ് കൊണ്ട് തുടച്ച് അവർ വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അധികം ആരെ അറിയിക്കാതെ കുടുംബക്കാർ മാത്രം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളവർ ആരും തന്നെ ക്ഷേത്രത്തിലില്ലായിരുന്നു. കല്യാണക്കാര്യം അധികം പബ്ലിസിറ്റി ആവാതിരിക്കാൻ വൈഭവിൻ്റെ ആളുകൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നതിനാൽ മീഡിയയോ പാപ്പരാസികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തറവാട്ടിൽ എല്ലാവരും തന്നെ അമ്പലത്തിലെത്തിയിരുന്നു. വൃന്ദയും വിദ്യയും അവരുടെ ഭർത്താക്കന്മാരും മക്കളും എത്തി മാറി മാറി നിൽപ്പുണ്ട്. മാധവനും മകൾ അപർണയും മാത്രമേ ഉള്ളൂ. അനിരുദ്ധ് ബിസിനസ് ആവശ്യത്തിനായി അബ്രോഡാണ്. അവനെത്താൻ പറ്റില്ല. മാധവൻ്റെ ഇളയ മകൻ ആദിത്യനാണെങ്കിൽ സ്ഥലത്തില്ലതാനും. പൂജാരിക്ക് ഓരോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിൽക്കുന്ന അച്ഛനെയും ഏട്ടനെയും നോക്കി മഹേന്ദ്രനും അവിടെ മാറി നിൽപ്പുണ്ട്. അവർക്കരികിലായി സൗദാമിനിയും. സ്വന്തം മകൻ്റെ കല്യാണത്തിന് ആരുമല്ലാത്തവരെ പോലെ മാറി നിൽക്കുന്ന മഹേന്ദ്രനെ സൗദാമിനി വേദനയോടെ നോക്കി. മോനോട് മണ്ഡപത്തിലേക്ക് കയറിയിരിക്കാൻ പറയുക. പൂജാരി പറഞ്ഞതും ശേഖരൻ ഒന്ന് ചുറ്റും നോക്കി. അപ്പോഴേക്കും മുത്തശ്ശിക്കൊപ്പം വൈഭവ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കൂടെ അപർണയും സിദ്ധുവുമുണ്ട്. വൈഭവിനെ കൊണ്ട് നിർബന്ധിച്ചു ഭഗവാനെ തൊഴാൻ പോയതാണ് മുത്തശ്ശി. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി മണ്ഡപത്തിലേക്ക് കയറിയിരുന്നോളുക. പൂജാരി പറഞ്ഞതും വൈഭവ് തൻ്റെ അടുത്ത് നിൽക്കുന്ന സിദ്ധുവിനെ കലിപ്പിച്ചൊന്ന് നോക്കി. അമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ താലികെട്ട് മതി എന്ന് പറഞ്ഞ ഇതിനെ മുത്തശ്ശനോട് പറഞ്ഞ് ഇത്രയും വലിയ ചടങ്ങാക്കിയത് സിദ്ധു ആണെന്ന് അവനറിയാമായിരുന്നു. വൈഭവിൻ്റെ നോട്ടം കണ്ടതും ഇത് ഞാനല്ലെന്ന രീതിയിൽ അവനെ നോക്കി ഒന്നിളിച്ചു സിദ്ധു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലിൽ ഒന്ന് തൊട്ട് ശ്രീകോവിലിന് മുൻപിൽ തയ്യാറാക്കിയ മണ്ഡപത്തിലേക്ക് വൈഭവ് കയറിയിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അറിയാതെ പോലും തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് പോയില്ല.
ഇനി കുട്ടിയെ വിളിച്ചോളൂ. പൂജാരി പറഞ്ഞത് മുത്തച്ഛൻ സിദ്ധുവിനെ നോക്കി. അവനൊന്ന് അവിടുന്ന് മാറി ഫോൺ എടുക്കാൻ തുടങ്ങിയതും മുന്നിൽ വരുന്ന ആളുകളെ കൊണ്ട് സിദ്ധുവിന്റെ മുഖം ഒന്ന് വിടർന്നു. അവർ എത്തി. സിദ്ധു ഒരു ചിരിയോടെ പറഞ്ഞത് അവിടെ കൂടി നിന്നവർ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് പാഞ്ഞു. മണ്ഡപത്തിൽ കയറി കുനിഞ്ഞിരുന്ന വൈഭവൻ ഒന്ന് തലപൊക്കി മുന്നോട്ടേക്ക് നോക്കി. വീതിയുള്ള സ്വർണ്ണക്കര സെറ്റ് സാരിൽ സർവാഭരണ വിഭൂഷിതയെ അണിഞ്ഞൊരുങ്ങി സേതുവിന്റെ കൈ പിടിച്ചു വരുന്നവളിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. ഒന്നോ രണ്ടോ വട്ടമേ ശിവയുടെ മുഖത്ത് നോക്കിയിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ തനിക്ക് മുന്നിലേക്ക് വരുന്നത് മറ്റാരോ പോലെ അവന് തോന്നി. അവനെ ഏറെ അറിയാവുന്ന ആരുടെയും മുഖം അവൻ അവളിൽ കണ്ടു. അമ്മ. അവളുടെ കഴുത്തിന് ചേർന്ന് ഒട്ടിക്കിടക്കുന്ന പച്ച നിറത്തിലുള്ള മരതകത്തിന്റെ ചുറ്റും സ്വർണ്ണവളയം തീർത്ത ഇലയുടെ മാതൃകയിലുള്ള പാലക്കാമാല കണ്ടതും അവന്റെ ചുണ്ടുകൾ ചലിച്ചു.